ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിൽ പ്രധാനപ്പെട്ട 4 പൗരാണിക പള്ളികളുണ്ട്. അതിലൊരു മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. അൽ ഹാക്കിം മോസ്ക് എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ചരിത്രവും വിശേഷങ്ങളൊക്കെ ഈ ഒരു മസ്ജിദിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും വരി ഈ ഒരു മസ്ജിദിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. 23 വർഷമെടുത്ത് പണി കഴിപ്പിച്ച അതിഗംഭീരമായ അതിപ്രൗഢമായ പൗരാണിക മസ്ജിദാണ് അൽ ഹാക്കിം മസ്ജിദ്. 990 അൽ മുയിസ് രാജാവിന്റെ മകനും അൽ ഹാക്കിം രാജാവിന്റെ പിതാവുമായ ഖലീഫ അൽ അസീസ് ആണ് ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. എന്നാൽ അധികാരത്തിലിരിക്കെ അദ്ദേഹത്തിന് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ശേഷം അധികാരത്തിൽ വന്ന തന്റെ മകനായ അൽ ഹാക്കിമാണ് ഈ പള്ളിയുടെ നിർമ്മാണം 1013 പൂർത്തിയാക്കുന്നത്. ഇവരൊക്കെ ഇസ്മായിലി, ഫാത്തിമിഡ്, ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പിതാവാണെങ്കിലും അത് പൂർത്തീകരിച്ചത് മകനായ അൽ ഹാക്കിം ആയതുകൊണ്ട് ഈ മസ്ജിദിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെട്ടു. ഇത്ര പ്രൗഢമായ നിരവധി പള്ളികൾ കൈറോയുടെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും. സന്ദർശന സമയത്ത് ഇത്തരത്തിലുള്ള മസ്ജിദുകൾ നിങ്ങൾ വിട്ടുപോകരുത്.